നമസ്കാരം. ഒരു മറയുമില്ലാതെ വർഗീയത സംസാരിക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനുമായി ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിൽ വെള്ളാപ്പള്ളിയുമായി എത്തിയത് ഒരു വലിയ സന്ദേശമായിരുന്നു. യഥാർത്ഥത്തിൽ കേരളം ഒന്ന് ഞെട്ടിക്കൊണ്ടാണ് ആ കാഴ്ച തന്നെ കണ്ടത്. അതായത് വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതയെ പരോക്ഷമായി പിണറായി വിജയൻ അനുകൂലിക്കുന്നു എന്ന അവസ്ഥ. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മളിലേക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെയാണ്. അദ്ദേഹം ധാരാളം എഴുതുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ധാരണയാണ് മലയാളികൾക്കിടയിൽ ബിനോയ് വിശ്വം വളർത്തിയെടുത്തിട്ടുള്ളതും നിലനിൽക്കുന്നത്. അങ്ങനെ ബിനോയ് വിശ്വം പറയുന്നു, താനായിരുന്നു എങ്കിൽ വെള്ളാപ്പള്ളിയെ കണ്ട് ചിരിക്കും, ചിലപ്പോൾ ഹൈ പറയും, പക്ഷെ കാറിൽ കയറ്റില്ലായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ആ കാഴ്ച കണ്ട എല്ലാ വ്യക്തികൾക്കും തോന്നി, ബിനോയ് വിശ്വത്തിന്റെ നിലപാട് ശരിയാണല്ലോ. തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നു. അതായത് തൻ്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ നോട്ട് കെട്ട് വാങ്ങിക്കൊണ്ടുപോയ ബിനോയ് വിശ്വമാണ് തന്നെ കണ്ടാൽ കാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോയി. കാരണം ബിനോയ് വിശ്വം അങ്ങനെ വാങ്ങിയിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നൊരു സംശയം പോലും ഉണ്ടായി. കാരണം അത്രയ്ക്കുള്ള ഒരു പ്രതിച്ഛായയാണ് മലയാളിയുടെ മനസ്സിൽ ബിനോയ് വിശ്വത്തെ കുറിച്ചിട്ടുള്ളത്. എന്നാൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഉടനെ വന്നു, താനത് വാങ്ങിച്ചു, പാർട്ടിയുടെ രേഖയിലുണ്ട്, കളവ് പറയുന്നില്ല എന്ന് പറഞ്ഞു. ആ തുറന്നു പറച്ചിലിലൂടെ തൻ്റെ ഒരു പ്രതിച്ഛായയെ, തൻ്റെ ആദർശത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതിച്ഛായയെ ഉയർത്തിക്കാട്ടത്തക്ക വിധമാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവനയെയും മാറ്റാൻ ശ്രമിച്ചത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ശിക്ഷാർഹമായ കള്ളപ്പണ ഇടപാടാണ്. അവിടെ ബിനോയ് വിശ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാര്യം വെള്ളാപ്പള്ളി ചോദിക്കുന്നു, എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം വളരെ ഉദാത്തമായ മൂല്യങ്ങൾ പാലിക്കുന്ന ഒരു പാർട്ടിയാണ് CPI, അതുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. എങ്കിലും ഏകദേശം 1 ലക്ഷം രൂപയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചു. ഏകദേശം 1 ലക്ഷം രൂപ ബിനോയ് വിശ്വവും സുഹൃത്തുക്കളും പ്രതീക്ഷിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി 3 ലക്ഷം രൂപയുടെ കെട്ടുകൊടുത്തിട്ട് എത്ര വേണ്ടതെന്ന് നോക്കാൻ പറയുന്നത്. അവസാനം വെള്ളാപ്പള്ളി തന്നെ പറയുന്നു, 1 2 3 ലക്ഷം രൂപയുണ്ടെന്ന്. നമ്മളുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ 2 ലക്ഷം രൂപ വരെ മതി. 2 ലക്ഷം രൂപയെ കൂടുതലായി കഴിഞ്ഞാൽ ഇത് നിയമം അനുശാസിക്കുന്നില്ല, കുറ്റകരമാണ്, കള്ളപ്പണ ഇടപാടാകില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ വേണമെങ്കിൽ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാമായിരുന്നു. ഒരു ചെറിയ മര്യാദയുടെ ഭാഗമെങ്കിലും താൻ പറയുന്ന മൂല്യങ്ങളും ആദർശങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പക്ഷം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു രേഖാമൂലം ഈ 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് പാർട്ടി സംഭാവനയായിട്ട് തരണം എന്ന് വേണമെങ്കിലും ബിനോയ് വിശ്വത്തിന് പറയാമായിരുന്നു. അതും ബിനോയ് വിശ്വം പറയുകയുണ്ടായില്ല. മാത്രവുമല്ല, കേരളത്തിൽ മന്ത്രിയായിരുന്ന, MP ആയിരുന്ന, ഇത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ, കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നേതാവായ ബിനോയ് വിശ്വം തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്, അനധികൃതമായി അല്ലെങ്കിൽ രേഖയിലില്ലാത്ത പണമായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ കെട്ടുകളായിട്ട് തനിക്ക് തരുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമല്ലേ? അതോ ഇത് രേഖയിലുള്ള പണമാണോ എന്ന് അദ്ദേഹം ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് രേഖയിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും പൊതുവിൽ ഒരാൾ 1 ലക്ഷം രൂപ പ്രതീക്ഷിക്കേണ്ടത് 3 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അധ്വാനിച്ച് വളരെ രേഖാമൂലമുള്ള പണം സമ്പാദിക്കുന്ന വ്യക്തിക്ക് അത് പൊതുവെ എത്ര വലിയ വ്യവസായിയാണെങ്കിലും അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവിടെ ഒരു കള്ളപ്പണം ഇടപാടിൽ ബിനോയ് വിശ്വം പങ്കെടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. എന്നിട്ടാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ താനായിരുന്നു കണ്ടിരുന്നതെങ്കിൽ കാറിൽ കയറ്റില്ല എന്ന ഉദാത്തമായ മൂല്യം ഉയർത്തിക്കാട്ടുന്നത്. ഇത് കാപട്യമാണ്. മാത്രമല്ല,
അതൊരു നന്ദികേടും കൂടിയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോയി സംഭാവന ചോദിക്കുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തിയാണ് ബിനോയ് വിശ്വം. ഒരു വ്യവസായി ₹1 എവിടെയെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ തിരിച്ച് വരുമാനമോ ലാഭമോ ഇല്ലാതെ അവർ ചെലവാക്കുന്ന കൂട്ടരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ലക്ഷം പ്രതീക്ഷിച്ച സ്ഥലത്ത് 3 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യവസായി തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ കൊടുക്കാനും വഴിയില്ല, എത്ര തന്നെ ആദർശപരമായ നിലപാട് സ്വീകരിച്ചാൽ പോലും. അപ്പൊ ഇത്തരത്തിലുള്ള ചില അറിയാത്ത മുഖങ്ങൾ, ഈ അറിയാത്ത മുഖങ്ങളെയാണ് പലപ്പോഴും നമ്മൾ വളരെ ഉദാത്തമായ തലത്തിൽ കാണുന്നത്. അപ്പൊ ഇത്തരം നേരിട്ടൊരു കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ശിക്ഷാർഹമായ ഒരു കള്ളപ്പണ ഇടപാടിൽ ഏർപ്പെട്ടിട്ട് ഏത് രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യമാണ്, അതല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിലുള്ള മൂല്യമാണ് ബിനോയ് വിശ്വത്തിന് മലയാളികളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടാനുള്ളത് എന്ന വലിയ ചോദ്യം ഇവിടെ ഉദിക്കുകയാണ്. ഇവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ സ്വീകാര്യനാകുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ മലയാളികളുടെ മനസ്സിൽ പൊതുവെയില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിക്കുക എന്നും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ എന്തൊക്കെയാണെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും എല്ലാം മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ബിനോയ് വിശ്വം അതല്ല. അദ്ദേഹത്തിനെ നമ്മൾ വളരെ മൂല്യത്തിൻ്റെ ഒരു കാവലാളായിട്ട് കേരള സമൂഹം കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇത്തരമൊരു നടപടിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സഖാക്കൾ ഇത്തരമുള്ള പ്രവർത്തികളിൽ നിന്നും പിന്മാറി നിൽക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ, ശരാശരി ജനങ്ങൾ, വലിയ നിയമബോധമില്ലാത്ത ആൾക്കാർ ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കാൻ ഒരു മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും പ്രേരണ ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഇത്തരത്തിലുള്ള ഗോപ്യമായ ഇടപാടുകൾ സാമൂഹികമായി വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. മാത്രമല്ല അത് സൃഷ്ടിക്കുന്ന അതിൻ്റെ സാംസ്കാരികമായ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ചെയ്യുന്ന ചില നഗ്നമായ വെളിച്ചത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കാൾ വളരെയധികം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്.